Hi all, welcome back. So we are discussing some of the previous year questions from digital electronics. This session la nammal nokkunnathu sequential circuits. Okay, sequential circuits il ninnu previous years question ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So let's start. So first question എന്ന് പറയുന്നത്, assume that all the digital gates in the circuit shown in the figure are ideal. The resistor value R is 10 kilo ohm and the supply voltage is 5 volt. The D flip-flops D1, D2, D3, D4 and D5 are initialized with the logic values 0, 1, 0, 1 and 0 respectively. The clock has a 30% duty cycle. The average power dissipated in milliwatts in the resistor R. നമ്മുടെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡെസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഇനിഷ്യലൈസ്ഡ് ചെയ്തിട്ടുണ്ട്, ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനിഷ്യലി ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0, 1, 0, 1 ആൻഡ് 0. അപ്പൊ ഇനിഷ്യലി നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ലോഡ് ചെയ്തിട്ടുള്ളത് 0, 1, 0, 1, 0 എന്നുള്ള വാല്യൂ ആണ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, നമുക്ക് 5 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണുള്ളത്. ഓക്കെ, നമ്മളിതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ സർക്യൂട്ട് എന്തിന് സിമിലർ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യേണ്ട, ഈ ആൻഡ് ഗേറ്റും ഈ റെസിസ്റ്റർ പാർട്ടും കൺസിഡർ ചെയ്തില്ലെങ്കിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് സിമിലർ ടു എ റിംഗ് കൗണ്ടർ അല്ലേ. നമ്മുടെ ഔട്ട്പുട്ട്, ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ Q5 എന്ന് പറയുന്നത് ഇസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ഓഫ് ഇനിഷ്യൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് D1. D1ന്റെ ഇൻപുട്ടിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് സൈഡിനെ കണക്ട് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെയല്ലേ ഒരു റിംഗ് കൗണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിംഗ് കൗണ്ടർ ആണ്. സോ റിംഗ് കൗണ്ടറിൽ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറയുന്നത്, റിംഗ് കൗണ്ടറിൽ എത്ര ഇൻപുട്ട്സ് ഉണ്ട്, നമുക്ക് 5 ഉണ്ട് അല്ലേ. Q0, Q1, Q2, Q3, Q4 and Q5. So Q5 ആയിരിക്കും നമ്മുടെ D എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്നത് അല്ലേ. Q5 എന്ന് പറയുന്നത് നമ്മൾ ഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ D1, D2, D3, D4, D5. സോ D1 നമ്മൾ ഇനിഷ്യലി എന്താ പറഞ്ഞത്, ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് 0, 1, 0, 1, 0. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുന്ന സമയത്ത് എന്താ പറ്റുക, ഇത് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഈ കണ്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഔട്ട്പുട്ട് സൈഡിൽ Q5 ഉണ്ടായിരുന്ന കണ്ടന്റ് D1ലേക്ക് ലോഡ് ചെയ്യും. അതേപോലെ D1ലുള്ള കണ്ടന്റ്സ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, Q5 ഇപ്പോൾ ഉള്ളത് എന്താ, 0 അല്ലേ. സോ 0 അങ്ങോട്ടേക്ക് മാറും. ഇത് 0, 1, 0 ആൻഡ് ദിസ് ഇസ് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, അടുത്തത് എന്താ വരിക, എഗെയിൻ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും Q5ലുള്ള കണ്ടന്റ് D5ലുള്ള കണ്ടന്റ് Q5 വരും. Q5 നിന്ന് അത് D1ലേക്ക് മാറും. സോ 1, 0, 0, 1, 0. എഗെയിൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0, 1, 0, 0, 1. എഗെയിൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അത് 1, 0, 1, 0, 0. നെക്സ്റ്റ് എന്താണ്, 0, 1, 0, 1, 0. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാ, 0, 1, 0, 1, 0, 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് ക്ലോക്ക് പൾസ് എത്തുമ്പോൾ എത്ര വരും, എഗെയിൻ നമ്മൾ ഇനിഷ്യലി ലോഡ് ചെയ്ത് സെയിം കണ്ടന്റ് തന്നെയാണ് വരുന്നത് അല്ലേ. സോ ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് കൗണ്ടർ ഇത് റിപ്പീറ്റ് ചെയ്യല്ലേ. അപ്പം നമുക്ക് ഇവിടെ വരെ കൺസിഡർ ചെയ്യാം. ഇത് എത്ര ക്ലോക്ക് പൾസ് വന്നു, ദിസ് ഇസ് 1, 2, 3, 4. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ, ലെറ്റ്
ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. എക്സ് എന്ന് പറയുന്നത് എപ്പോഴാ? ഈ Q3യും Q5യും കൂടി ഓർ ചെയ്യുന്നതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട്. സോറി, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ എക്സിൽ എന്താ വരിക? എക്സ് എന്ന് പറയുന്നതിൽ ഈ D3യും D5യും കൂടി ഓർ ചെയ്യണം. ഓക്കെ, സോ അത് നോക്കിയാൽ ഇത് ഓർ ചെയ്താൽ എന്താ? 0, ഇത് 1, again 0, this is 1 and this is 1. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എക്സിന്റെ വേവ് ഫോം ഒന്ന് വരയ്ക്കാം. സോ എക്സിന്റെ വേവ് ഫോം എന്താ വരിക? ഇനിഷ്യലി അത് 0 ആണ്. ദെൻ suppose this is our clock. പോസിറ്റീവ് എഡ്ജസിലാണത് നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് അത് 1ലേക്ക് മാറും. നെക്സ്റ്റ് അത് 0, അഗെയിൻ അത് അടുത്ത ക്ലോക്ക് പൾസിൽ അത് 1 ആകും. നെക്സ്റ്റ് ക്ലോക്ക് പൾസിലും അത് 1 ആണ്. ദെൻ റിപ്പീറ്റ് ചെയ്യും അല്ലേ. സോ ദ പ്രോസസ് ഇസ് റിപ്പീറ്റിംഗ്. ഇങ്ങനെ നോക്കിയല്ലേ എവിടെയൊക്കെ അത് ഹയർ ആയിട്ടുള്ളത്? ഫസ്റ്റ് ഈ പീരീഡിൽ അത് 1 ആണ്. നെക്സ്റ്റ് അത് 0, ദെൻ അത് 2ൽ അത് 1 ആവുന്നുണ്ട്. അപ്പൊ അത് നോക്കിയാൽ എത്ര ക്ലോക്ക് പീരീഡ്സ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ക്ലോക്ക് പീരീഡ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്? സോ ഇത് നമ്മുടെ ക്ലോക്ക് പീരീഡ് എടുക്കുക, ക്ലോക്ക് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ എത്ര സൈക്കിൾസ് ഇതിന് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എത്ര വരിക? 1 സൈക്കിൾ എന്ന് പറയുന്നത് എത്ര ടൈം പീരീഡ് ഉണ്ട്? എത്ര ക്ലോക്ക് ഉണ്ട്? ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്ലോക്ക്, സെക്കൻഡ് ക്ലോക്ക്, തേർഡ് ക്ലോക്ക്, ഫോർത്ത് ക്ലോക്ക്. സോ 1 സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ, ഈ വാല്യൂ കൂടി കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് യുവർ ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. സോ 5 ടി ക്ലോക്ക് കൂടുന്നതാണ് നമ്മുടെ 1 സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഓക്കെ, ഓക്കെ. സോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പവർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്? ആവറേജ് പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ Rn അക്രോസ് വന്നിട്ടുള്ള പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നതിന് അക്രോസ് അല്ലേ, അതായത് നമ്മുടെ ഗേറ്റിന് അക്രോസ് ആണ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൽ വരുന്ന ഔട്ട്പുട്ട് വരാൻ സാധ്യതയുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 1 0 1 0 1 1 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളൊരു വേവ് ഫോം വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് പവർ ആണ്. സോ പവർ ഇസ് ഈക്വൽ ടു എനർജി ഇൻ 1 ടൈം പീരീഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ ടൈം പീരീഡ് എത്രയാ? നമുക്ക് എക്സിൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്
5 ടി ക്ലോക്ക് ആണ്. അതേപോലെ എനർജി ഇൻ 1 ടൈം പീരീഡ്, ഓരോ ഇൻഡിവിജ്വൽ ടൈം പീരീഡ്സിലുള്ളതിൻ്റെ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതൊരു റെക്ടാങ്കുലർ പൾസ് ആണ് അല്ലേ. സോ റെക്ടാങ്കുലർ പൾസിന്റെ എനർജി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെക്ടാങ്കുലർ പൾസിന്റെ എനർജി എന്ന് പറയുന്നത് energy of a rectangular pulse is given by amplitude square into time duration. Okay, so amplitude square into time duration ആണ് energy in a rectangular pulse. അപ്പോൾ ഓരോ പൾസും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് 1 വരുന്നത്, ഹയർ ആയി നിൽക്കുന്നത് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലേ. സോ ഈ പൾസ് വിട്ട് നോക്കണം, ഈ 2 പൾസസിന്റെ നോക്കണം. സോ ഈ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് വരിക? ഹൈ ആണ്. നമ്മൾ 1 വെച്ച് ഡിനോട്ട് ചെയ്യുന്ന ഹൈ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 5 volt. So supply voltage 5 എന്ന് തന്നിട്ടുണ്ട്. So logic 1 represents 5 volt. So നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ഇക്വലന്റ് ആണ്. സോ 5 ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഇൻറ്റു ഡ്യൂറേഷൻ. ഇവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 1 ടി ക്ലോക്ക് ആണ്. സോ 1 ടി ക്ലോക്ക് പ്ലസ് ഏതൊക്കെയുണ്ട്? വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ. സോ 2 എണ്ണം കൂടി വരുമ്പോഴത്തേക്കും അഗെയിൻ ഇത് 5. അതേപോലെ ക്ലോക്ക് വിഡ്ത്ത് എത്രയാ? ദിസ് ഇസ് 1 ടി ക്ലോക്ക്, അനദർ 1 ടി ക്ലോക്ക്. സോ ഇൻ ടോട്ടൽ എത്രയാ വരുന്നത്? 2 ടി ക്ലോക്ക് ആണ് വരുന്നത്. സോ 5 സ്ക്വയർ ഇൻറ്റു 2 ടി ക്ലോക്ക് ബൈ ടോട്ടൽ 5 ടി ക്ലോക്ക്. ഓക്കെ, ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് ആവറേജ് പവറിന്റെ ഇക്വേഷൻ ആണത്. നോർമലൈസ്ഡ് പവർ. സോ നോർമലൈസ്ഡ് എന്ന് പറയുന്ന കേസിൽ റെസിസ്റ്ററിന്റെ വാല്യൂ 1 ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് 10 kW. ഓക്കെ, അപ്പൊ ഇതെന്താ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാ വരിക? ദിസ് ഇസ് ഈക്വൽ ടു ടി ക്ലോക്ക് എല്ലാം ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് പിന്നെ 5 സ്ക്വയർ. സോ 5 സ്ക്വയർ എന്ന് പറയുന്നത് അഗെയിൻ 5 എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും അല്ലേ. സോ ദിസ് ഇസ് 5 into 2 10 plus 5 15. 15 ആണ് നമുക്ക് നോർമലൈസ്ഡ് പവർ വരുന്നത്. നോർമലൈസ്ഡ് പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റെസിസ്റ്ററിന്റെ വാല്യൂ 1 ആയിരിക്കും. പക്ഷെ നമ്മുടെ കേസ് അനുസരിച്ച് എത്രയാണ് വേണ്ടത്? റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 kHz തന്നിട്ടുണ്ട്. സോ 15/10 ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, സോ 15/10 is 1.5 volt. Okay, so the answer for this question is the average power dissipated എന്ന് പറയുന്നത് എത്ര വരും? in milliwatts എടുക്കുമ്പോഴത്തേക്കും it is 1.5. Okay, ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ എനർജി ഇൻ 1 ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ടൈം പീരീഡിലുള്ള എനർജിയാണ് വേണ്ടത്. എനർജി ഇതൊരു റെക്ടാങ്കുലർ പൾസ് ആയതുകൊണ്ട് തന്നെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഇൻറ്റു ടൈം ഡ്യൂറേഷൻ ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് 1 ഡിനോട്ട് ചെയ്യുന്നത് എൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 5 ആണ്. 5 ആണ് ഇവിടെ ലോജിക് 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 വരും. 5 സ്ക്വയർ ഇൻറ്റു 1 ടി ക്ലോക്ക്. പിന്നെ ഇതെന്ന് പറയുന്ന റെക്ടാങ്കുലർ പൾസ് എടുത്താലും അവിടെ എന്താണ്? 2 ടി ക്ലോക്ക് വരുന്നുണ്ട്, 2 ക്ലോക്ക് പീരീഡ് വരുന്നുണ്ട്. അതേപോലെ സോ ദാറ്റ് മീൻസ് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഇസ് 2 ടി ക്ലോക്ക്. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അഗെയിൻ 5 സ്ക്വയർ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ബീങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്. സോ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 ടി ക്ലോക്ക് ആണ്. സോ ദ ടി ക്ലോക്സ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. 5 എല്ലാം കോമൺ ഉള്ളതുകൊണ്ട് അതും ക്യാൻസൽ ആയി പോകും. യു വിൽ ഗെറ്റ് 5 into 10, that is 15. പവർ എന്ന് പറയുന്നത് 15ലാണ് നമുക്ക് കിട്ടുന്നത്, ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ 10 കിലോ ഓംസ് ഉണ്ട്. ഓക്കെ, സോ എന്താ വരുന്നത്? 15/10 കിലോ എന്ന് പറയുന്നതാണ് 1.5 milliwatt. സോ ദ ഫൈനൽ ആൻസർ ഇസ് milliwattsൽ നമുക്ക് കിട്ടുന്നത്
1.5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ആവറേജ് പവർ ഡെസിപ്പേറ്റ് ചെയ്തത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, for the circuit shown in the figure, the delay of the bubbled NAND gate is 2 nanosecond. Okay, നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഒരു 3-bit സിങ്ക്രണസ് കൗണ്ടർ ആണ്. സിങ്ക്രണസ് കൗണ്ടർ എപ്പോഴാണ് റീസെറ്റ് ചെയ്യുന്നത്? ഒരു NAND ഗേറ്റ്, ത്രൂ NAND ഗേറ്റ് ആണ്, ഇത് ബബിൾഡ് NAND ഗേറ്റ് ആണ്. ആൻഡ് ദിസ് റീസെറ്റ് പിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണ്. ഓക്കെ, ആക്റ്റീവ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും 0 ചെല്ലുന്ന സമയത്തായിരിക്കും റീസെറ്റ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കേസ്. ഒരു ബബിൾഡ് NAND ഗേറ്റ്, ത്രൂ ഒരു ബബിൾ NAND ഗേറ്റ് ആണ് സർക്യൂട്ട് റീസെറ്റ് ആവുന്നത്. ഒരു സിങ്ക്രണസ് 3-bit കൗണ്ടർ ആണ്. ആൻഡ് ബബിൾഡ് NAND ഗേറ്റിന്റെ ഡിലേ എന്ന് പറയുന്നത് ഈസ് 2 നാനോസെക്കൻഡ്സ്. അതേപോലെ കൗണ്ടറിനുണ്ടോ ഡിലേ? കൗണ്ടറിന്റെ ഡിലേ എന്ന് പറയുന്നത് 0 ആണ്. കൗണ്ടറിന് ഡിലേ ഒന്നും ഇല്ല. If the clock frequency is 1 GHz, clock frequency തന്നിട്ടുണ്ട്. So if clock എന്ന് പറയുന്നത് 1 GHz ആണെങ്കിൽ what will be T clock? T clock എന്ന് പറയുന്നത് 1/f clock ആണ്. And that is 1/1 into 10⁻⁹ ആണ് വരുന്നത്. That means it is 1 nanosecond. T clock 1 nanosecond ആണ്. The counter behaves as, അപ്പോൾ ഈ തന്നിരിക്കുന്ന കൗണ്ടർ ഒരു 3-bit സിങ്ക്രണസ് കൗണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന കൗണ്ടർ മോഡ് 5 ആണോ, മോഡ് 6 ആണോ, മോഡ് 7 ആണോ, മോഡ് 8 ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് പറഞ്ഞു, ഇതൊരു ആക്റ്റീവ് ലോ സർക്യൂട്ട് ആണ്. അല്ല, റീസെറ്റ് പിൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലോ ആണ്, ത്രൂ ഒരു NAND ഗേറ്റ് ആണ്, ബബിൾഡ് NAND ഗേറ്റ്. അപ്പൊ ഇത് റീസെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലേണ്ടത് എത്രയാണ്? 0 എന്ന് പറയുന്ന ലോജിക് 0 ചെന്നാൽ മാത്രമാണ് റീസെറ്റ് ആക്റ്റീവ് ആവുള്ളൂ. സോ ഇവിടെ നമുക്ക് 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്താൽ NAND ഗേറ്റിൽ എപ്പോഴാണ് നമുക്ക് 0 കിട്ടുക? When all the inputs are 1, you will get the output as 0. So all the inputs 1 ആയിരിക്കണം. സോ ഇവിടത്തെ കേസ് Q1, Q2, Q1, Q0. ഇതെല്ലാം 1 ആയിരിക്കുന്ന കേസിലാണ് നമുക്ക് ഔട്ട്പുട്ട്, NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 വരിക. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ Q0 എന്ന് പറയുന്ന LSB പിന്നിന്റെ അവിടെ ഒരു ബബിൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ബബിൾ ഉണ്ട്. ദാറ്റ് മീൻസ് NAND ഗേറ്റിൽ ഔട്ട്പുട്ട് 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് Q0 ബാർ ആണ് എടുക്കേണ്ടത്. അതായത് 1 1 0 വരുന്ന കേസിലായിരിക്കും നമ്മുടെ കൗണ്ടർ റീസെറ്റ് ചെയ്യുക. സോ 1 1 0 എന്ന് പറയുന്ന കേസിൽ അത് റീസെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് കൗണ്ടർ ആയിരിക്കും? ദി കൗണ്ടർ വിൽ ബി മോഡ് 6. മോഡ് 6 കൗണ്ടർ ആണെങ്കിൽ 6 എന്ന് പറയുന്ന വാല്യൂല് അത് റീസെറ്റ് ചെയ്യും. അത് കൗണ്ട് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 1 0 1 വരെ ആയിരിക്കും അത് കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉള്ളതുണ്ട് കൊണ്ട് ദ ആൻസർ ഇസ് നോട്ട് മോഡ് 6. മോഡ് 6 അല്ല ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഈ NAND ഗേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 2 നാനോസെക്കൻഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 GHz ആണ്. അപ്പോൾ നമുക്ക് T ക്ലോക്ക് എത്രയാണ് കിട്ടുന്നത്? ഒരു ക്ലോക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 നാനോസെക്കൻഡ് ആണ്. ഇപ്പോൾ ഓരോ നാനോസെക്കൻഡിലും ആണ് അത് കൗണ്ട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ജസ്റ്റ് ആ കൗണ്ടറിൻ്റെ 3-bit കൗണ്ടറിൻ്റെ ഇത് നോക്കാം. Zero 1 0 0 1 1 1 0 0 1 0 1 1 1 0 and 1 1 1. ഓക്കെ, സോ നമ്മളുടെ സർക്യൂട്ടിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പോയിന്റിൽ എത്തുമ്പോൾ അത് റീസെറ്റ് ആകുന്നുണ്ട്. റീസെറ്റ് ആയാൽ എന്താ? പിന്നെ ഇത് അടുത്ത നമ്പർ കൗണ്ട് ചെയ്യില്ല.
6 എന്ന് പറയുന്ന നമ്പറും കൗണ്ട് ചെയ്യില്ല, 7 എന്ന് പറയുന്ന നമ്പറും കൗണ്ട് ചെയ്യില്ല, 5 വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് മോഡ് 6 കൗണ്ടറാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് 2 ഡിലേ ഉണ്ടെന്ന്, 2 നാനോ സെക്കൻഡ് ഡിലേ ഉണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി റീസെറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, വിൽ നോട്ട് ഗെറ്റ് റീസെറ്റ് ഇമ്മീഡിയറ്റ്ലി, അത് റീസെറ്റ് ആവുന്നില്ല. പക്ഷേ അവിടെ ഒരു 2 നാനോ സെക്കൻഡ് ഡിലേ ഉണ്ട്. നമുക്കറിയാം ഈ ഓരോ ഇതും കൗണ്ട് ചെയ്യുന്നത് എത്ര ഇത് വെച്ചിട്ടാ? 1 നാനോ സെക്കൻഡ് ടൈമിലാണത് കൗണ്ടിങ് അത് റൈസ് ചെയ്യുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാലും 2 നാനോ സെക്കൻഡ് ഒരു ഡിലേ ഉള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്യും? എഗെയിൻ ആ നമ്പർ കൗണ്ട് ചെയ്യും അല്ലേ? സോ അത് എൻറ്റയർ ഇത് കംപ്ലീറ്റ് ചെയ്യും. തന്നിരിക്കുന്ന 5 വെച്ച്, അതായത് 6ന്റെ അവിടെ വെച്ച് റീസെറ്റ് ചെയ്യില്ല, ഇവിടെ വെച്ച് അതായത് 5ന്റെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവില്ല. ഒരു 2 നാനോ സെക്കൻഡ് ഡിലേ ഉള്ളത് കൊണ്ട് അത് അതിന്റെ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ 2 നാനോ സെക്കൻഡ്, 1 നാനോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് 6 എന്നുള്ളത് കൗണ്ട് ചെയ്യും. അടുത്ത 1 നാനോ സെക്കൻഡിൽ അത് 7 എന്നുള്ളത് കൗണ്ട് ചെയ്യും. സോ ടോട്ടൽ ഒരു 2 നാനോ സെക്കൻഡിൽ അത് ബാക്കി റിമൈനിങ് നമ്പേഴ്സും അത് കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് മോഡ് കൗണ്ടറാണ്? So actually this is a mod 8 counter. Okay, ആ ഡിലേ ഉള്ളത് കൊണ്ടാണ് അത് മോഡ് 8 കൗണ്ടർ ആയത്. അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഡിലേ പറഞ്ഞിട്ടില്ല. ഈ ക്ലോക്കിന്റെ അവിടെ, അതായത് ബബിൾഡ് നാൻഡ് ഗേറ്റിന് ഒരു 2 സെക്കൻഡ് ഡിലേ എന്നുള്ളൊരു കേസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എന്താണ്? കൗണ്ടറിന് ഡിലേ ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് മോഡ് 6 കൗണ്ടർ ഇതിന്റെ ആൻസർ ആയിനെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഒരു ഡിലേ പറയുന്നുണ്ട്, 2 നാനോ സെക്കൻഡിന്റെ ഡിലേ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എങ്ങനെ എഴുതാം? ദ ഫൈനൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൻഡ് ദാറ്റ് ഇസ് മോഡ് 8 കൗണ്ടർ. ഓക്കെ, സോ സീക്വൻഷ്യൽ സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടില്ല, ഒരു ചെറിയ ഇത് ആ ഡിലേ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മോഡ് 6 ആയിപ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡെമോ ഇതായിട്ട് നോക്കിയത്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. താങ്ക് യു.